പാണ്ഡവരുടെ പൂർവികരെപ്പറ്റിയും വസിഷ്ഠനെപ്പറ്റിയും ചിത്രരഥൻ എന്ന ആ ഗന്ധർവൻ അർജുനനെ പറഞ്ഞു കേൾപ്പിച്ചിരുന്നു. തങ്ങൾക്ക് യോജിച്ച ഒരു പുരോഹിതൻ ആരാണെന്ന് അർജുനൻ ചിത്രരഥനോട് ചോദിച്ചതിൻ്റെ മറുപടിയായി ചിത്രരഥൻ ഇപ്രകാരം പറയുകയുണ്ടായി: ഈ വനത്തിൽ താമസിക്കുന്ന ദേവല മഹർഷിയുടെ അനുജൻ ധൗമ്യൻ എന്ന പുരോഹിതനെ നിങ്ങൾക്ക് സ്വീകരിക്കാം. അത് ഏറെ ശ്രേയസ്കരമായിരിക്കും. ചിത്രരഥൻ പറഞ്ഞു നിർത്തി. അതിൻ പ്രകാരം പാണ്ഡവർ ധൗമ്യനെ കണ്ട് തങ്ങളുടെ പുരോഹിതനായിരിക്കണമെന്ന് അപേക്ഷിച്ചു. അങ്ങനെ ധൗമ്യൻ പാണ്ഡവരുടെ പുരോഹിതനാകാമെന്ന് സമ്മതിക്കുന്നു. ധൗമ്യനെ പോലൊരു മഹാത്മാവിനെ ആചാര്യനായി കിട്ടിയത് ഏറ്റവും ഭാഗ്യമായി പാണ്ഡവർ കരുതി. പാഞ്ചാലി സ്വയംവരത്തിൽ പങ്കെടുക്കുവാൻ തങ്ങൾ പാഞ്ചാല രാജ്യത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് പാണ്ഡവർ ധൗമ്യനോട് പറയുന്നു. താനും പാണ്ഡവർക്കൊപ്പം വരാമെന്ന് ധൗമ്യൻ സമ്മതിക്കുന്നു. അങ്ങനെ ധൗമ്യനെ പുരോഹിതനായി മുൻനിർത്തിക്കൊണ്ട് ബ്രാഹ്മണ വേഷധാരികളായ പാണ്ഡവർ പാഞ്ചാലദേശത്തേക്ക് ദ്രൗപദി സ്വയംവരത്തിൽ പങ്കെടുക്കുവാൻ യാത്ര തിരിക്കുന്നു. പോകുന്ന വഴിയിൽ തന്നെ ദ്രൗപദി സ്വയംവരത്തിന് വരുന്ന അനേകം ജനങ്ങളെ അവർ കണ്ടു. അതിൽ ധാരാളം ബ്രാഹ്മണരും ഉണ്ടായിരുന്നു. തങ്ങളെല്ലാം ഏകചക്രയിൽ താമസിക്കുന്ന ബ്രാഹ്മണർ എന്നാണ് പാണ്ഡവർ സ്വയം പരിചയപ്പെടുത്തിയിരുന്നത്. പാണ്ഡവരെല്ലാം ബ്രാഹ്മണ വേഷധാരികളായിരുന്നതുകൊണ്ട് ആർക്കും സംശയമൊന്നും തോന്നിയതുമില്ല. അങ്ങനെ പാണ്ഡവർ തങ്ങളുടെ വ്യക്തിത്വം വെളിപ്പെടുത്താതെ ബ്രാഹ്മണരുമൊന്നിച്ച് യാത്ര ചെയ്തു. സ്വയംവരം നടക്കുവാൻ ഇനിയും 15 ദിവസം ബാക്കിയുണ്ട്. അത്രയും ദിവസം ഭിക്ഷയെടുത്തുകൊണ്ട് അവിടെ കഴിഞ്ഞുകൂടുവാൻ പാണ്ഡവർ തീർച്ചപ്പെടുത്തുന്നു. പാഞ്ചാല രാജധാനിയിൽ ദ്രൗപദി സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു. പക്ഷെ ദ്രുപദ മഹാരാജാവിൻ്റെ മുഖത്ത് സന്തോഷമൊന്നും കാണുന്നില്ല. മധ്യമ പാണ്ഡവനായ അർജുനന് തൻ്റെ മകൾ ദ്രൗപദിയെ വിവാഹം കഴിച്ചു നൽകണം എന്നതായിരുന്നുവല്ലോ ദ്രുപദൻ്റെ ആഗ്രഹം. അപ്പോഴാണ് പാണ്ഡവരെല്ലാം അരക്കില്ലത്തിനുള്ളിൽ വെന്തു മരിച്ചു എന്ന വാർത്ത അദ്ദേഹം കേട്ടത്. ദ്രുപദൻ അത് പൂർണ്ണമായി വിശ്വസിച്ചില്ല. പിന്നീട് പല സ്ഥലങ്ങളിലും അദ്ദേഹം പാണ്ഡവരെ അന്വേഷിച്ചു. ഒരു വിവരവും അദ്ദേഹത്തിന് ലഭിച്ചതുമില്ല. പിന്നീടാണ് ദ്രൗപദിയുടെ സ്വയംവരം അദ്ദേഹം തീരുമാനിക്കുന്നത്. എങ്കിലും അർജുനൻ മാത്രമേ തൻ്റെ മകൾ ദ്രൗപദിയെ വിവാഹം കഴിക്കുവാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. അങ്ങനെ ദ്രുപദൻ ഒരു പരീക്ഷ ഏർപ്പെടുത്തുന്നു. ആയുധ പരീക്ഷ. ആർക്കും എടുത്തു കുലയ്ക്കുവാൻ സാധിക്കാത്ത അത്രയും വലിയൊരു വില്ല്, പിന്നെ സഭാമധ്യത്തിന് മുകളിൽ ഒരു കൃത്രിമ പക്ഷിയും. ആ പക്ഷിയെ അമ്പെയ്തു വീഴ്ത്തണം. അത് എളുപ്പമല്ല. താഴെ സ്ഥാപിച്ചിരിക്കുന്ന വലിയൊരു പാത്രത്തിലെ ജലത്തിൽ നോക്കി ആ ജലത്തിൽ കാണുന്ന പ്രതിബിംബം കണ്ടുവേണം അമ്പുകൾ എയ്യുവാൻ. അത്ര കഠിനമായ ആയുധ പരീക്ഷ. ഈ ആയുധ പരീക്ഷയിൽ അർജുനന് മാത്രമേ വിജയിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ദ്രുപദന് നല്ലവണ്ണം അറിയാമായിരുന്നു. അർജുനൻ എത്തി ആയുധ പരീക്ഷയിൽ വിജയിച്ച് തൻ്റെ മകളെ സ്വന്തമാക്കും എന്ന് ദ്രുപദൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. അതിനായി അദ്ദേഹം പ്രാർത്ഥിച്ചു. അങ്ങനെ ദ്രൗപദി സ്വയംവരത്തിനുള്ള ആ ദിനം സമാഗതമായി. രാജാക്കന്മാരെല്ലാം നേരത്തെ തന്നെ സ്വയംവര പന്തലിലെത്തി. ഞാനാണ് സുന്ദരൻ, ഞാൻ തന്നെ ഈ ആയുധ പരീക്ഷയിൽ വിജയിക്കും എന്ന ഭാവമായിരുന്നു എല്ലാ രാജാക്കന്മാരുടെയും മനസ്സിൽ. ദൃഷ്ടദ്യുമ്നൻ തൻ്റെ സഹോദരിയായ ദ്രൗപദിയുമൊത്ത് സ്വയംവര മണ്ഡപത്തിലെത്തി. വിവാഹത്തിന് നിശ്ചയിച്ചിട്ടുള്ള ആയുധ പരീക്ഷയെപ്പറ്റി രാജാക്കന്മാർക്കെല്ലാം വിശദീകരിച്ചു കൊടുക്കുന്നു. അങ്ങനെ ആ ആയുധ പരീക്ഷയിൽ വിജയിക്കുന്ന ആളെ മാത്രമേ ദ്രൗപദി വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് ദൃഷ്ടദ്യുമ്നൻ അറിയിക്കുന്നു. ആ വാക്കുകൾ കേട്ട് രാജാക്കന്മാരെല്ലാം ആയുധ പരീക്ഷയിൽ വിജയിച്ച് ദ്രൗപദി എന്ന ആ സുന്ദരിയെ സ്വന്തമാക്കുവാൻ വെമ്പൽ കൊണ്ടു. പിന്നീട് ദൃഷ്ടദ്യുമ്നൻ സഭയിലിരിക്കുന്ന രാജാക്കന്മാരെയെല്ലാം ദ്രൗപദിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ആയുധ പരീക്ഷയിൽ വിജയിക്കുന്ന ഒരാളെ സ്വയംവരം ചെയ്യണമെന്ന് ദൃഷ്ടദ്യുമ്നൻ ദ്രൗപദിയോട് പറയുകയും ചെയ്തു. ദേവന്മാരും ഗന്ധർവന്മാരും മുനീന്ദ്രന്മാരുമൊക്കെ ഈ സ്വയംവര മഹോത്സവം കാണുവാൻ ആകാശത്ത് അണിനിരന്നു കഴിഞ്ഞു. ദ്രൗപദിയുടെ അതിസൗന്ദര്യം കണ്ട് രാജാക്കന്മാരെല്ലാം മതിമറന്നുപോയി. ഈ സുന്ദരിയെ എനിക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ. എല്ലാ രാജാക്കന്മാരും ആത്മാർത്ഥമായി അങ്ങനെ ആഗ്രഹിച്ചു. അങ്ങനെ രാജാക്കന്മാർ ഓരോരുത്തരായി ആ വില്ലെടുത്ത് കുലയ്ക്കുവാൻ മുന്നോട്ട് വരുന്നു. പക്ഷേ ആ വില്ല് ഒന്ന് അനക്കുവാൻ പോലും ആർക്കും സാധിച്ചില്ല. ഒടുവിൽ വില്ലാളി വീരനായ കർണൻ സ്വതസിദ്ധമായ ഗാംഭീര്യത്തോടെ വില്ല് കുലയ്ക്കുവാൻ വേണ്ടി ആ വില്ലിനടുത്തേക്ക് നീങ്ങി. വില്ലെടുത്ത് ഉയർത്തി വില്ല് കുലച്ചു. കർണൻ ലക്ഷ്യം ഭേദിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. അപ്പോഴതാ ഒരു ശബ്ദം: ഞാൻ സൂതപുത്രനെ വരിക്കുകയില്ല. ദ്രൗപദിയുടെ ഈ ശബ്ദം കേട്ട് കർണൻ അപമാനഭാരത്തോടെ വില്ല് താഴെയിട്ടു പുറത്തേക്ക് നടന്നു. തണ്ടൊടിഞ്ഞ താമരപ്പൂവ് പോലെ കർണൻ അപമാനിതനായി മെല്ലെ പുറത്തേക്ക് നടന്നുപോയി. മറ്റു പലരും വില്ല് കുലയ്ക്കുവാൻ ശ്രമം നടത്തി. എല്ലാവരും പരാജയപ്പെട്ടു. അങ്ങനെ ക്ഷത്രിയന്മാർക്ക് ആർക്കും വില്ല് കുലയ്ക്കുവാൻ കഴിഞ്ഞില്ല. എല്ലാവരും നിരാശയോടെ പരസ്പരം നോക്കുന്നു. സ്വയംവരം ഏതാണ്ട് മുടങ്ങുമെന്ന അവസ്ഥയിലായി. ശ്രീകൃഷ്ണൻ എല്ലാം കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ബ്രാഹ്മണരുടെ ഇടയിൽ വേഷപ്രച്ഛന്നരായിരിക്കുന്ന പാണ്ഡവരെ ശ്രീകൃഷ്ണൻ തിരിച്ചറിഞ്ഞു. അദ്ദേഹം പുഞ്ചിരിച്ചു.
അവരെയെല്ലാം തൻ്റെ ഒപ്പമുണ്ടായിരുന്ന ബലരാമന് അദ്ദേഹം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. രാജാക്കന്മാരെല്ലാം ആയുധ പരീക്ഷയിൽ പരാജിതരായി പിന്മാറിയപ്പോൾ ബ്രാഹ്മണരുടെ ഇടയിൽ നിന്നും അർജുനൻ എഴുന്നേൽക്കുന്നു. അപ്പോൾ ബ്രാഹ്മണരുടെ ഇടയിൽ തന്നെ രണ്ട് അഭിപ്രായം ഉണ്ടാകുന്നു. വലിയ വില്ലാളി വീരന്മാർക്കൊന്നും സാധിക്കാത്ത കാര്യം ഈ ബ്രാഹ്മണന് സാധിക്കുമോ? അതായിരുന്നു അവരുടെ ചിന്ത. പരാജയപ്പെട്ടാൽ ബ്രാഹ്മണർക്കെല്ലാം അത് വലിയ അപമാനമാകില്ലേ? പക്ഷെ മറ്റൊരു പക്ഷം മറിച്ചാണ് ചിന്തിച്ചത്. ഈ ബ്രാഹ്മണന്റെ തേജസ്സും ആത്മവിശ്വാസവും കാണുമ്പോൾ അദ്ദേഹം ആയുധ പരീക്ഷയിൽ ജയിക്കുമെന്ന് തന്നെ തോന്നുന്നു. ഒരുപക്ഷെ ഈ കുമാരൻ വില്ലുകുലച്ച് ബ്രാഹ്മണർക്കാകെ അഭിമാനവും ബഹുമാന്യതയും ഉണ്ടാക്കി തീർക്കുക തന്നെ ചെയ്യും. ഇപ്രകാരം രണ്ടു വിഭാഗവും അന്യോന്യം തർക്കിച്ചു നിൽക്കെ ക്ഷത്രിയന്മാരുടെ പരിഹാസച്ചിരി വിടർന്നു. പക്ഷേ ബ്രാഹ്മണ വേഷധാരിയായ അർജുനൻ യാതൊരു കൂസലും കൂടാതെ രംഗത്തു വന്ന് ആ വില്ലിനെ 3 പ്രാവശ്യം വലം വയ്ക്കുന്നു. അർജുനൻ ഇന്ദ്രനെയും ശ്രീകൃഷ്ണനെയും മനസാ സ്മരിച്ചുകൊണ്ട് അനായാസേന വില്ലെടുത്തുയർത്തി. ആ കാഴ്ച കണ്ട് ജനങ്ങളെല്ലാം അത്ഭുത സ്തബ്ധരായി നിന്നുപോയി. ക്ഷണനേരം കൊണ്ട് അർജുനൻ ശരങ്ങളെടുത്ത് ലക്ഷ്യം ഭേദിക്കുക തന്നെ ചെയ്തു. വലിയ ഹർഷാരവം സഭയിൽ മുഴങ്ങി. ആകാശത്തുനിന്ന് ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി. വാദ്യഘോഷങ്ങൾ കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. ദ്രൗപദി പ്രണയഭാവത്തോടെ അർജുനനെ നോക്കുന്നു. മന്ദം നടന്നുവന്ന് ദ്രൗപദി വരണമാല്യം അർജുനന്റെ കഴുത്തിൽ അണിയിക്കുന്നു. ദ്രൗപദി സ്വയംവരം അങ്ങനെ ശുഭമായി അവസാനിച്ചു. ദ്രുപദ രാജാവിൻ്റെ പുത്രിയായ ആ സുന്ദരി ഇനി മധ്യമ പാണ്ഡവനായ വില്ലാളി വീരനായ അർജുനന് സ്വന്തം.